ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു ഒരു മിനി വ്ളോഗ്, അതായത് ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു യാത്ര പോകുന്ന ഒരു വീഡിയോ ആണിത്. ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ പോയത്. പോകുമ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവളുടെ മുഖത്ത് ആ സന്തോഷവും ചിരിയും കളിയൊക്കെ കാണാനുണ്ടായിരുന്നു. അവൾക്കിങ്ങനെ പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവളുടെ കണ്ണിൽ ആ സന്തോഷം നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അവൾ അലയ്ക്കുകയോ വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് പോയത്. അങ്ങനെ അവൾക്ക് പുതിയൊരു ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒരു ഷൂ. അവളുടെ അച്ഛനൊരു ഷൂ ഒക്കെ മേടിച്ചായിരുന്നു. അതൊക്കെ ഇട്ട് പുതിയ ഉപ്പൊക്കെ ഇട്ടിങ്ങനെ തുള്ളിച്ചാടി ഇരുന്ന് പോവുകയാണ് അവൾ. വണ്ടിയിലിങ്ങനെ ഇരിക്കുകയാണ്. കണ്ട അവളുടെ ഷൂവിൻ്റെ പരസ്യം കണ്ട, ഷൂ ഒക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുക. അവൾക്കൊരു കൊലുസില്ലാത്തതിൻ്റെ ഒറ്റ ഒരു കുറവല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ രസിച്ചിങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് മഴ ചാറി. അങ്ങനെ പപ്പ വണ്ടി ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സൈഡ് ടാർപ്പൊക്കെ ഇട്ട് നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ കുഞ്ഞിപ്പെണ്ണ് കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി നല്ല രസിച്ച് സന്തോഷിച്ച് ആഘോഷിച്ചാണ് കുഞ്ഞിപ്പെണ്ണ് പോകുന്നത്. കണ്ട അവളുടെ സന്തോഷം കണ്ട, കൈ കൊട്ടി ചിരിക്കുന്നു, ബഹളം വെക്കുന്നു, അലയ്ക്കുന്നു, കാഴ്ച കാണുന്നു, അങ്ങ് കൈകൊട്ടാണങ്ങ്. അങ്ങനെ അവളുടെ സന്തോഷം പുറത്ത് നമ്മളെ പ്രകടിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ ഒന്നും കുഞ്ഞിപ്പെണ്ണിന് അറിയത്തില്ല. അവളിങ്ങനെ തുള്ളി ഇങ്ങനെ ഇരുന്നിരുന്ന് പോവുകയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ അവളുടെ കുഞ്ഞു കണ്ണിലേക്ക് പതിഞ്ഞിട്ടുണ്ട്. അവളിങ്ങനെ കണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് അമ്മ എന്നുള്ളൊരു രീതിയിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നെ നോക്കും, എവിടോട്ടാണ് പോകുന്നതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് കുഞ്ഞിപ്പെണ്ണിന്. അഞ്ചലൊക്കെ പോയിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അഞ്ചൽ എങ്ങനെയുണ്ട് എന്നൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ നോക്കിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഈ നടന്നു പോകുമ്പം കിട്ടുന്ന ആ ഒരു വൈബ് നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ കിട്ടത്തില്ലല്ലേ. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകാം. വണ്ടിയിലാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകല്ലേ. പക്ഷേ രണ്ട് വൈബാണ് നമുക്ക് കിട്ടുന്നത്. നടന്നു പോകുമ്പോൾ നമുക്ക് വേറൊരു വൈബും, വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് വേറൊരു വൈബുമാണ് കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ മാമനെ കണ്ട് മാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് വീണ്ടും നമ്മൾ അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് നോക്കിയിരിക്കുക. മാമച്ചി ഞാൻ പോവുകയാണേ, പോയിട്ട് വേഗം വരാവേ എന്നുള്ള രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് മാമനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട, എന്നിട്ട് അവൾ വെളിയിലോട്ട് നോക്കുക, വണ്ടി എന്താ പോവാത്തതെന്ന്. പിന്നെ നമ്മൾ അഞ്ചലെത്തിയിട്ടുണ്ട്. കണ്ട റോഡ് സൈഡിൽ കാണുന്ന വ്യൂ നല്ല രസമില്ല. ഇത് ഓട്ടോ സ്റ്റാൻഡൊക്കെയാണ്, ഓട്ടോയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കണ്ടില്ലേ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. പുതിയ കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേര സമയമൊക്കെയായി ഷോപ്പുകളിലെല്ലാം ലൈറ്റുകളൊക്കെ മിന്നി കത്തുന്നുണ്ട്. പപ്പ ഇങ്ങനെ നമുക്ക് അഞ്ചലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പുതിയ ഷോപ്പ് വന്ന കാര്യവും നമ്മുടെ പഴയ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, വണ്ടി കയറാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം അവർ ഇടിച്ചിട്ടിട്ട് അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പ അതിനെക്കുറിച്ചൊക്കെ വാതോരാതെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളതൊക്കെ കേട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് പോവാം. ഇപ്പോൾ ബസ് കയറാൻ നിൽക്കണമെങ്കിൽ മഴ പെയ്താൽ കുടയില്ലെങ്കിൽ മഴ നനയേണ്ടി വരും, വെയിലാണെങ്കിൽ വെയിൽ കൊണ്ട് നിൽക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ബസ് കയറുന്നിടത്ത്. വെയിലും മഴയൊക്കെ കൊണ്ട് ഇന്ന് വേണം ഇനി ബസ്സിൽ കയറണമെന്നുള്ളവർക്ക് കയറാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മൾ അടുത്ത് നേരെ താഴോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജുവലറിയിലോട്ടാണ് പോകുന്നത്. വേറൊന്നിലുമല്ല പോകുന്നത്. കുഞ്ഞിപ്പെണ്ണിന് ഒരു കൊലുസ് വാങ്ങിക്കണം. കുഞ്ഞിപ്പെണ്ണിന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ കഥയേറിയാതാട്ടം കാണത്തില്ലേ, അതേപോലെ നോക്കിയിരിക്കുക. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. എവിടെ പോയാലും ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കും എന്നുള്ള രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കടകൾ ഷോപ്പുകളെല്ലാം അടുത്തടുത്ത് ഇങ്ങനെ ഷോപ്പുകൾ ഇങ്ങനെ ഉണ്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ നേരെ മഞ്ഞളി ജ്വല്ലറിയിലോട്ടാണ് ചെന്ന് കയറിയത്. അവിടെ ചെന്ന ഉടനെ കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്ന് നമുക്ക് കോഫി തന്നായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച്, കുഞ്ഞിപ്പെണ്ണ് കോഫിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കുഞ്ഞിപ്പെണ്ണ് അവൾ പാലൊക്കെ കുടിച്ച് സുന്ദരിയായിട്ട് മുകളിലത്തെ ലൈറ്റൊക്കെ കണ്ട് കൈയൊക്കെ കൊട്ടി സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പപ്പയുടെ കയ്യിലാണ് കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവളെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ആ ഷോപ്പിലുള്ള ഒരാൾ അവൾക്കൊരു ബലൂൺ കൊണ്ട് കൊടുത്തു. അവരുടെ ഷോപ്പിൻ്റെ പേരൊക്കെ എഴുതിയൊരു ബലൂണായിരുന്നത്. അവൾ ആ ബലൂൺ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുക. പൊട്ടിയ പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ അവൾക്ക് ബലൂൺ കൊണ്ടുവന്നത്. അങ്ങനെ പപ്പ ആ ബലൂൺ വാങ്ങി കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത്. അപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ് ആ ബലൂണൊന്ന് വാങ്ങുന്നത്. അല്ലാതെ അവൾ ആ ബലൂൺ വാങ്ങിയതേ ഇല്ല. പിന്നെ അവൾ ആ ബലൂണൊക്കെ പിടിച്ച് അതിൽ നോക്കുന്നത് ഇതെങ്ങനെയാ എന്തുവാ എന്നൊക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കും അവൾ. കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഈ ബലൂൺ വാങ്ങിക്കാനാണ് ഇവിടെ വരെ വന്നത് എന്ന രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് അത് നോക്കി കളിച്ച് പിടിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുവാണേ. ആ സമയത്താണ്
അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏത് വേണം, ഏത് ടൈപ്പ് വേണം, മോഡൽ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളൊരുപാട് മുത്തുള്ള കൊലുസായിരുന്നു വാങ്ങിക്കിയിരുന്നത്. അങ്ങനെ മുത്തുള്ള കൊലുസ് നോക്കുവാണ്. പപ്പയാണ് കുഞ്ഞിപ്പെണ്ണിന് കൊലുസ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തിനാ വന്നേന്നും അറിയത്തില്ല. ഒരു ബലൂണും പിടിച്ച് കളിച്ച് രസിച്ചിരിക്കുവാണ് കുഞ്ഞിപ്പെണ്ണ്. പപ്പയുടെ കയ്യിൽ വളരെ ഹാപ്പി ആയിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നത്. കണ്ട, ബലൂണൊക്കെ വെച്ച് കളിക്കാൻ തുടങ്ങി അവൾ. കളിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണേ. ഒരു പച്ച കളറിലെ ബലൂൺ, അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ബലൂൺ. അവൾ അതിൻ്റെ ആ സ്ട്രോയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ കുഞ്ഞിപ്പെണ്ണ് കൊലുസിട്ട് കൊടുക്കുവാണ്. അവളാണെങ്കിൽ കാലിട്ട് അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ അവളുടെ കയ്യിലൊന്ന് കാലേ പിടിച്ചപ്പോൾ അവൾ ബലം പിടിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കൈ അങ്ങ് വിട്ട്. അങ്ങനെ ഒരു കൊലുസ് അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കാലൊരു കൊലുസ് കിടക്കുന്നുണ്ട്. അവൾക്ക് കൊലുസിടുന്നതെന്ന് അവൾ വിചാരിക്കുന്ന അവളുടെ കാലയിൽ എന്തിനാണ് പിടിക്കുന്നതെന്നാണ്. അവൾ ബഹളമൊന്നും വെച്ചില്ല, അനങ്ങാതെ തന്നെ നിൽക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ ആ ചേട്ടൻ കൊലുസിട്ട് കൊടുക്കുക. എന്നാലും അവൾ കാലൊക്കെ വെച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, കാലനക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. എന്തിനാ ഈ മാമൻ എൻ്റെ കാലിപ്പിച്ചേക്കുന്നത്? എൻ്റെ കാല് വിട് മാമ, ഞാൻ അനുഗ്രഹിച്ചേക്കുവാ മാമനെ എന്നുള്ള രീതിയിലാണ് കുഞ്ഞിപ്പെണ്ണ് നിൽക്കുന്നത്. കണ്ട, മമ്മിയാണ് കുഞ്ഞിപ്പെണ്ണിനെ എടുത്തേക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മാമ വിട് മാമ എൻ്റെ കാലേന്ന്, എന്തിനാ എൻ്റെ കാലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്? ലാസ്റ്റ് മമ്മി പറഞ്ഞു മാമൻ്റെ ഒരു ഉമ്മ കൊടുക്കാം. അപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു നിനക്ക് കാത് ഞാൻ കുത്തിത്തരാം, നീ പോയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് കളിപ്പിച്ച്. അങ്ങനെ അവൾ സന്തോഷിച്ചിങ്ങനെ അവളുടെ ഉടുപ്പൊക്കെ, ആ ചേട്ടൻ ഉടുപ്പൊക്കെ നേരെയൊക്കെ പിടിച്ചിട്ടൊക്കെ കൊടുത്ത് അവൾക്കൊരു സന്തോഷം, കണ്ട ഞങ്ങൾക്കും ഒരു സന്തോഷം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇച്ചിരി നേരം ഒന്ന് നിന്നു. ബലൂണ് പപ്പയുടെ കയ്യിൽ നിന്ന് അവൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട, ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് കൊലുസൊക്കെ വാങ്ങി നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ബസ് കയറുന്ന ഏരിയ കണ്ട, അവിടുത്തെ ബിൽഡിങ്ങുകൾ മൊത്തം ഇടിച്ചെന്ന് പറഞ്ഞില്ലേ, ബസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ മഴ ആയിട്ടാലും വെയിലാണെങ്കിലും എല്ലാം നമ്മൾ അവിടെ നിന്ന് നിൽക്കേണ്ട അവസ്ഥയാണ്. അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഇടിച്ച് കളഞ്ഞേക്കുവാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കുഞ്ഞിപ്പിള്ള ഭയങ്കര ഹാപ്പിയിൽ സന്തോഷിച്ചിരിക്കുന്നു. കൊലുസൊക്കെ കിട്ടിയ സന്തോഷം. പിന്നെ ഒരുപാട് ഇരുട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. റോഡിലെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കേ. ഞങ്ങളുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണേ. താങ്ക് യു.